ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൺ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സവാള കൊണ്ട് നിങ്ങൾ ആരും പ്രതീക്ഷിക്കാത്തൊരു കിടില റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട സവാള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നല്ലതുപോലെ കഴുകി അതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അരിഞ്ഞെടുക്കുമ്പോൾ നല്ല കട്ടിക്ക് വേണം അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 3 പച്ചമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അരിഞ്ഞെടുത്ത സവാള ഇതുപോലെ ഇതളാക്കി ഇളക്കിയിടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ സവാളയും നമുക്ക് ഇളക്കിയെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാനവിടെ ഇത്തിരി കട്ടിക്കാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനെല്ലാം ഇതുപോലെ ഓരോ ഇതളായിട്ട് നമുക്ക് ഇളക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനവിടെ എല്ലാം നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് എടുക്കാം കേട്ടോ സവാള. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനവിടെ 1/2 സ്പൂൺ അളവിൽ ഉപ്പ് എടുത്തിട്ടുണ്ട്. കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3 സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മളിത് 2 സവാള എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കൊരു 3 സ്പൂൺ അളവ് മതി കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രം കഴിക്കാമല്ല, നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കൂട്ടാൻ മാത്രം മതി കേട്ടോ നമുക്ക് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞാൻ അവിടെ വിനാഗിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആ ഒരു സവാളയും ഉപ്പും പച്ചമുളകും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടിയുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വറ്റൽ മുളകാണ്. അപ്പോൾ ഒരു 3-4 വറ്റൽ മുളക് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോൾ തീ നല്ലതുപോലെ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. തീ കൂടിപ്പോയാൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് നമുക്ക് ഒട്ടും തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വലിയ കറിവേപ്പിലയാണെങ്കിൽ നമുക്കതൊന്ന് പിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അധികം കരിഞ്ഞു പോകാതെ ഒരു ചുവന്ന കളറിനെ ഒന്ന് ക്രിസ്പി ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒരു 3/4 സ്പൂൺ അളവിൽ കായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് കായപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഇത് ചിക്കൻ മസാലയാണ്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 സ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അപ്പോൾ ഈ മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1.5 സ്പൂൺ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നല്ലതുപോലെ തീ കുറച്ച് വെച്ച് വേണം നമ്മളിത് തയ്യാറാക്കുക, അല്ലെങ്കിൽ ആ ഒരു മസാലയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന സവാളയിലേക്ക് ഇതിനെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ സവാളയിലേക്ക് എല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇത് ഇന്ന് കഴിക്കുന്നേക്കാളും നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാനവിടെ എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു മുളക് പൊടി, എരിവുള്ള മുളക് പൊടിക്ക് പകരം നമ്മൾ പിരിയം മുളകാണ് ചേർക്കുന്നതെങ്കിൽ നല്ലതുപോലെ കളർ കിട്ടും കേട്ടോ. ഇതിപ്പം നമ്മൾ എരിവുള്ള മുളക് പൊടിയായിട്ട് നമുക്ക് അധികം കളർ ചേർക്കാൻ പറ്റില്ല, നല്ല എരിവായി പോവും. അപ്പം നമുക്ക് പിരിയം മുളകിൻ്റെ പൊടിയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ കളർ കിട്ടും കേട്ടോ. അപ്പം ഞാനിതവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ കാപ്പിയുടെ കൂടെയൊക്കെ കറികളില്ലാത്തപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇത് ചെയ്ത ഉടനെ കഴിക്കാതെ ഒരു 2 ദിവസമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു ഉപ്പും അതുപോലെ തന്നെ വിനാഗിരിയൊക്കെ ആ ഒരു സവാളയിൽ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ.